ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനിയിൽ കണ്ടതുപോലെ ഇന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ടേ. അതിൻ്റെ സന്തോഷമാണ് രാവിലെ തന്നെ എൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഇതാ മുടിയെല്ലാം നരച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരും. ഞാൻ കുഴപ്പമില്ല, 32 വയസ്സെല്ലാം ആയില്ലേ. 30 കഴിഞ്ഞാൽ പിന്നെ മുടിയെല്ലാം നരക്കാൻ തുടങ്ങൂലേ അല്ലേ, പ്രായമായി. അപ്പോൾ അതെല്ലാം പോട്ടെ. അങ്ങനെ രാവിലെ ഇതാ റെഡിയായിട്ട് ജിമ്മിൽ പോകാൻ വേണ്ടി നിൽക്കുമെന്ന്. മക്കൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൃഥ്വിയേട്ടന് 1-2 ആഴ്ചയായി കേട്ടോ പണിയില്ലാണ്ട് വെറുതെ വീട്ടിലിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ പോകുമ്പം പൃഥ്വിയേട്ടനും വരും. വെറുതെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കണ്ടേന്ന് പറഞ്ഞിട്ട് പൃഥ്വിയേട്ടൻ മക്കളെ അവിടെ സ്കൂളിലാക്കിയിട്ട് വായനശാലയിൽ പോയി പത്രമെല്ലാം വായിച്ചിരിക്കും കേട്ടോ. മാളു നമ്മളിവിടെ ടൗണിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അവൾക്ക് യൂണിഫോം അടിക്കാൻ കൊടുക്കാനുണ്ട്. അടിക്കാൻ കൊടുത്തു, പിന്നെ ഓൾ അളവ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിറങ്ങി. അന്ന് മഴയൊന്നും ഉണ്ടായിട്ടില്ല രാവിലെ, അങ്ങനെ നല്ല കാലാവസ്ഥ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ നമ്മളിതാ റബ്ബറിലേക്കൂടിയും കാട്ടിലേക്കൂടിയും എല്ലാം കയറി പോവുകയാണ്. ഇപ്പം ഭയങ്കരമായിട്ട് പാമ്പിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. പിള്ളേരെയും കൊണ്ടായാലും ഒറ്റക്കായാലും പോകുമ്പം 9:30 ഞാൻ ജിമ്മിൽ പോലെ. 9:30 മുതലാണ് ലേഡീസ് ഓൺലി ടൈം, ആ സമയത്താണ് പോലെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മാസം ആവാനായിട്ടുണ്ട് കേട്ടോ ജിമ്മിൽ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു 3 മാസം ലീവ് എടുത്തിട്ടുണ്ടായിന്. അതെനിക്ക് ഷോൾഡർ പെയിനും അതുപോലെ കാലിൻ്റെ പ്രശ്നമെല്ലാം വന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറയാം, എനിക്ക് ജിമ്മിന് പോയത് കൊണ്ടല്ല ഈ ഒരു പ്രശ്നങ്ങളും എനിക്ക് വന്നത് കേട്ടോ. അപ്പോൾ ചില ആൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടാണ് എനിക്ക് അങ്ങനെ വേദന വരുന്നത് ഇങ്ങനെ വേദന വരുന്നത് എന്ന്. പക്ഷേ അല്ല, എനിക്ക് പിന്നെ കാലിനെല്ലാം എനിക്ക് മുമ്പേ വീണിട്ട് ഉണ്ടായതിൻ്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഷോൾഡറിന് ഒരു വെയിറ്റ് ഇട്ട് നടന്നതിൻ്റെ പിന്നെ പ്രശ്നമാണ് കേട്ടോ. അല്ലാണ്ട് ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടല്ല എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇപ്പം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ ഒരു 4-5 കിലോ വെയിറ്റ് ഇപ്പം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ നാട്ടുകാർക്കാണ് ഇപ്പം ഭയങ്കര പ്രശ്നം. ഇത്ര മാസമായല്ലോ നിങ്ങൾ ജിമ്മിൽ പോകുന്നു, നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ഒരു മാറ്റവും വരുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് നാട്ടുകാർക്കാണ് ഭയങ്കര സങ്കടം. അപ്പം എന്തായാലും നാട്ടുകാർ സങ്കടപ്പെടണ്ട, നമ്മൾ ഇത്രയും ഓവർ വെയിറ്റ് ആണെന്ന് അറിയാം നമ്മളെല്ലാം. അപ്പോൾ അത് കുറയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അത് കുറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളായാലും ജിമ്മിൽ പോയി കഷ്ടപ്പെടുന്നത്. അപ്പം പതുക്കെ പതുക്കെ അത് കുറയൂലോ എന്ന് നമുക്കും മനസ്സിലായി. പിന്നെ അവരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിന് ടൈം എടുക്കും, പതുക്കെ പതുക്കെ കുറയുമല്ലോ, അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. ഞാനായാലും ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിന്. പക്ഷേ അവർ തരുന്ന ഒരു സപ്പോർട്ടും കാര്യം എല്ലാം കൊണ്ട് ഇപ്പം നമുക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പതുക്കെ പതുക്കെ ആയാലും നമ്മൾ കുറയുന്നതിലൊരു വിശ്വാസം നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പതുക്കെ പതുക്കെ കുറഞ്ഞോളും. അതുകൊണ്ട് ആരും സങ്കടപ്പെടണ്ട കേട്ടോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ജിമ്മിൽ പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്താണ്, അത്രേ ഇല്ല കേട്ടോ. കുറേ ദിവസമായിട്ട് പറയണമെന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. ഇതിനായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇരുന്ന് സംസാരിക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ. അങ്ങനെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ഇറയത്തിരിക്കലാണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിന്. അന്നേരം അത് അമ്മയുടെ നല്ല തോരക്കറി കൊണ്ട് തന്നിട്ടുണ്ടായിനെ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാന്നറിയില്ല, തോര, നമ്മൾ തോരാന്നാണ് പറയുക. അപ്പോൾ ഇതാ തോരക്കറിയും പിന്നെന്താ മുട്ട ഉപ്പും കുരുമുളകെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ചിക്കിയതും, പിന്നെ ചെമ്മീൻ, അത് ഞാൻ പീടിയെന്ന് വാങ്ങിയാണ് കേട്ടോ. കക്കിരിയും തൈരും, അതായിരുന്നു കേട്ടോ അന്നത്തെ ഉച്ചക്കത്തെ ഫുഡ്. കാര്യമായിട്ടൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല, വൈകുന്നേരം വീട്ടിലേക്ക് പോകണമല്ലോ, അതുകൊണ്ട് ഒപ്പിക്കൽസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജിമ്മിൽ പോകുന്നത് കൊണ്ട് ഇതെല്ലാം കേട്ടോ, തൈരും മുട്ടയും പിന്നെ കക്കിരിയും അത് മസ്റ്റാണ്, അത് ഡെയിലി കഴിക്കും. പിന്നെ അതിൻ്റെ കൂടെ എന്താ കറിയില്ലേ വെച്ചാൽ ആ കറിയും വറവും, അങ്ങനെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എല്ലാം തന്നെയാണ് കേട്ടോ ഇപ്പം കഴിക്കുന്നത്. അങ്ങനെ ഇതാ ഉച്ചയ്ക്ക് മക്കളെല്ലാം സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വന്നിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇരിക്കുവാണേ. വൈകുന്നേരം ആവാൻ നിന്ന് കഴിഞ്ഞാൽ ബസ്സെല്ലാം തിരക്കായിരിക്കും സ്കൂൾ കുട്ടികളത്. അതുകൊണ്ട് നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് മക്കളെ ഉച്ചയ്ക്ക് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോവാണേ. അപ്പോൾ വീട്ടിൽ നമ്മൾ പോകുന്നത് ഒരാൾക്കും അറിയില്ല, സർപ്രൈസായിട്ട് നമ്മൾ പോകുന്നതാണ്. നമ്മളോട് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിനെ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല വരൂല, അടുത്ത ആഴ്ച വരാം നമ്മൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോകുന്നതിനൊരു കാരണമുണ്ട്, അതെല്ലാം ഞാൻ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ ഞാൻ പറയാം കേട്ടോ, ഇപ്പം ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മളിതാ വെയിറ്റിംഗ് ഷെഡിൽ ബസ് വെയിറ്റ് ചെയ്ത് ഇരിക്കലാണ്. അതിൻ്റെ ഇടയിൽ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിനെ. അപ്പോൾ അച്ഛൻ എന്നോട് ഒന്നും കൂടെ ചോദിച്ചു നിങ്ങൾ വരുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല അച്ഛാ വരുന്നില്ല, പിന്നെ അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു അതെയാ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവൂട്ടി ഇതാ ബസ് സ്റ്റോപ്പിൽ എന്തോ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കളിക്കുവാന്ന് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എൻ്റെ ഫോണെല്ലാം തട്ടി മാറ്റുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിന് ദേഷ്യം വന്നതാണ്, എന്തോ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരം, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതുകൊണ്ട് ആ ദേഷ്യത്തിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കണ്ണെല്ലാം പൊത്തിയിട്ട് ഇങ്ങനെ ഇരിക്കലാണ്. അപ്പോൾ 2:50 ബസ്സിനായിരുന്നു കേട്ടോ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. പോയിട്ട് കുറേ സമയം വെയിറ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്തു. എന്തോ ഭാഗ്യത്തിന് അന്ന് അങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ പോകാൻ ഇറങ്ങാൻ നോക്കുമ്പോൾ പെട്ടെന്നൊരു മഴ വന്നിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കുറഞ്ഞിട്ടും.
അങ്ങനെ നമ്മളിതാ ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുവാണ്. ബസ്സൊന്നും പിന്നെ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മളിതാ പയ്യന്നൂർ എത്തിയിട്ടുണ്ട്. പയ്യന്നൂർ എത്തിയാലും ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൊടയൊന്നും തുറന്നിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ആദ്യം അച്ചച്ചന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വേഗം ഇതാ റോഡെല്ലാം കിടന്ന് അച്ചച്ചൻ്റെ പീടിയിലേക്ക് പോകുന്നു. ഒരു ക്ലൂ പോലും അച്ചച്ചന് കിട്ടിയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ വരുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ ഇല്ല അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അത് വിശ്വസിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇപ്പം അച്ഛൻ്റെ പീടിയെത്തും. പക്ഷെ എനിക്ക് മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുമില്ല. അങ്ങനെ ഇതാ രണ്ടാളെയും കണ്ടപ്പാട് അച്ഛൻ നാക്കിയിട്ടാ. എന്നിട്ട് അച്ഛൻ പറയുവാന്ന് എന്നാൽ എന്നെ പറയുക എന്നിട്ട് നിങ്ങളെ അമ്മക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഓളെന്നെ പറ്റിച്ചു അല്ലേ, കണ്ട വിരലോണ്ടല്ല ഇങ്ങനെ ആക്കുന്നുണ്ട, എന്നെ പറ്റിച്ചു അല്ലേ, നിൻ്റെ അമ്മക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നാണ് എന്നിട്ട് അച്ഛൻ പറയുന്നത്. അപ്പോൾ ദേവൂട്ടിക്ക് പിന്നെ അറിയാമല്ലോ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നതിനുള്ള കാരണം എന്താണെന്ന്. ദേവൂട്ടി ചൊള്ളീനെ പറയാൻ തുടങ്ങിയേന് അച്ഛൻ്റെ പീടിയെ പോകണം, ജ്യൂസ് കുടിക്കണം, സമൂസ തിന്നണം. ദേവൂട്ടിക്ക് ഇപ്പം അതൊരു ശീലമായിപ്പോയി കേട്ടാ. അപ്പം അച്ഛൻ അപ്പുറത്തെ പീടിയിൽ ഏട്ടനോട് ഞാനിപ്പം വരാമെന്നും പറഞ്ഞിട്ട് ഇതാ മക്കളെയും കൂട്ടിയിട്ട് പോകുവാനേ. തൊട്ടിപ്പുറത്ത് തന്നെ ഒരു മിൽമേൻ്റെ കടയുണ്ട്. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് തോന്നുന്നു ചായ കുടിക്കൽ. അപ്പോൾ അടുത്തേക്കാണ് ഇവരെ കൂട്ടിയിട്ട് പോവുക. എന്നിട്ട് അവിടെ നിന്ന് വേണ്ടത് വാങ്ങിക്കൊടുക്കും കേട്ടോ. പക്ഷെ എപ്പോഴും ഇവർ വാങ്ങുക 10 രൂപയുടെ ഫ്രൂട്ടിയാണ്. വലിയ ചിലവൊന്നുമില്ല, എന്നാലും അതൊരു ശീലമായിപ്പോയി ഇപ്പം. അങ്ങനെ ഒരു 10 രൂപയുടെ ഫ്രൂട്ടിയും വാങ്ങി. പിന്നെ എന്താണ് ഒരു കേക്ക്, ഒരു കഷ്ണം കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഈ ഒരു കേക്ക് എന്ത് കേക്കാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ സമൂസ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടുണ്ടായിനി. പക്ഷെ അവിടെ സമൂസ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ഫോണും കൊണ്ട് എടുത്തേക്കാൻ നടക്കുന്നല്ലേ. ഇവർ തിന്നുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തത്തിലാണ്. പക്ഷേ ഫോൺ എങ്ങനെയല്ലോ ആണ് ഞാൻ പിടിക്കുന്നതല്ലേ. കുഴപ്പമില്ല, സാരമില്ല. അങ്ങനെ ഇതാ ഇവർ ജ്യൂസും കേക്കും കഴിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു നീ ഒരു കാപ്പി കുടിച്ചോന്ന് പറഞ്ഞു. ഞാൻ കുറേ പറഞ്ഞച്ചാ വേണ്ട, ഞാൻ ചായ കുടിക്കില്ല, ഇപ്പം ഷുഗർ കട്ടാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി. പക്ഷെ അച്ഛൻ എങ്ങനെയും സമ്മതിക്കുന്നില്ല കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡയറ്റും നടക്കൂല. എന്ത് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ സമ്മതിക്കൂല കേട്ടോ. അങ്ങനെ എന്തായാലും അച്ഛൻ ഒരു കോഫി വാങ്ങിത്തന്നു. അപ്പോൾ ദേവൂട്ടി അതിൻ്റെ ഇടയിൽ കേക്ക് എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞു വേണ്ട, വലിയ മധുരമൊന്നുമില്ലാത്ത കേക്ക് തന്നെയാണത്, എന്നാലും ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഇതാ നേരെ മുന്നിലൊരു കടലൊക്കെ വെക്കുന്ന ഒരു ഏട്ടനുണ്ടായിന്. ആ ഏട്ടൻ ഇവർക്ക് കുറച്ച് കടലക്കെല്ലാം കൊടുത്ത് പിന്നെ അച്ഛനും കടല വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം വാങ്ങി പിള്ളേർക്ക് എന്തോ നമ്മൾ സ്നാക്സും എല്ലാം വാങ്ങിയിട്ട് പോവാന്ന് കേട്ടോ. സ്നാക്സ് അച്ഛൻ തന്നെയാണ് വാങ്ങി തന്നെ. അച്ഛൻ വാങ്ങാൻ വിട്ടിട്ടില്ല ഒന്നാമത് പണിയില്ലാത്തയല്ലേ, പിന്നെ നിങ്ങളൊന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം അച്ഛൻ തന്നെയാണ് കേട്ടോ വാങ്ങി തന്നിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന്. അങ്ങനെ നമ്മളെത്തി. അപ്പോൾ ഇതാണ് എൻ്റെ നാട് അല്ലേ ദേവു. ദേവു എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. വോയിസ് ഓവർ ചെയ്യുമ്പോൾ ദേവൂട്ടി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നന്ദു വീട്ടിലേക്ക് എത്തി നോക്കുമെന്ന് ആരെങ്കിലും കണ്ടിനോ നമ്മൾ വരുന്നത് എന്ന്. സാധാരണ ആരെങ്കിലും ബേക്ക് വശത്തുണ്ടെങ്കിൽ ഓട്ടോൻ്റെ സൗണ്ട് കാണുമ്പോൾ ഒന്ന് നോക്കും ആരാണ് ഓട്ടോയിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും അകത്താ ഇല്ലതെന്നാണ് തോന്നുന്നത്. ആരും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ സൈഡിലുള്ള കണ്ടത്തിലെല്ലാം ഇപ്പം മറ്റേ നെല്ല് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്താണ് പറയുക, നെൽകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇതെല്ലാം തയ്യെല്ലാം ഞാറ് നട്ടിട്ടെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അപ്പം നന്ദു സ്പീഡിൽ പോകുമ്പോൾ ഞാൻ നന്ദുവിനോട് പറയാം, നന്ദു അവിടെ നിൽക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. ഓള് വേഗം പോയി കഴിഞ്ഞാൽ ഓളെ കാണുമ്പോൾ ആ സർപ്രൈസ് അങ്ങ് പൊളിയൂലേ. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോയിൽ അവരെ എക്സ്പ്രഷൻ കിട്ടൂലല്ലോ. പിന്നെ നമ്മളെ വളപ്പ് മൊത്തം ചളി തന്നെയാണ് കേട്ടോ. ഞാൻ അന്ന് വന്നേരം വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ലേ, മഴയായതുകൊണ്ട് ഫുള്ള് വെള്ളമാണ്, നമുക്ക് അങ്ങോട്ടേക്ക് വഴിയുമില്ല. ഇതൊന്നും നമ്മളെ സ്ഥലമൊന്നുമല്ല കേട്ടോ, വേറെയുള്ള സ്ഥലമാണ്. ശൈലിയിൽ കൂടിയാണ് നമ്മൾ പോല്. നമ്മളെ വീട്ടിലേക്ക് റോഡില്ല, മര്യാദക്ക് വഴിയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം. ഈ മഴക്കാലമെല്ലാം ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 4 ആളും കൂടെ പമ്മി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തൊന്നും ബാക്കിലൊന്നും ആരും ഒച്ചനക്കൊന്നും കേൾക്കുന്നൊന്നുമില്ല. എന്തായാലും ഇറയത്ത് ആരെങ്കിലും ഉണ്ടാവുന്നില്ല പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയാൽ ഇതാ നല്ല പതുങ്ങി നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിൽക്ക്, ഞാൻ മുന്നിൽ പോവാം, എന്നാലല്ലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ സൈഡിൽ നിന്ന് തന്നെ ഞാൻ അമ്മേനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അമ്മ അവിടെ ഇരുന്ന് ഫോൺ നോക്കുക എന്തോ ചെയ്യുന്നുണ്ട്. പിന്നെ മുറ്റത്തൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, ഫുള്ള് തുണികളെ കോലാഹലമാണ്. ഈ മഴക്കാലമായതുകൊണ്ട് വീട് ഫുള്ള് തുണിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത് അമ്മ എന്തെന്നിത്, ഇതെന്നാ സംഭവം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ താടിക്ക് കൈയെല്ലാം കൊടുത്തിട്ട് നോക്കും കേട്ടോ. അതാ ഇപ്പം അത് അപ്പൂട്ടനും കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു സൂചന പോലും ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അതിൻ്റെ സന്തോഷം അവരുടെ മുഖത്ത് കാണുന്നില്ലേ.
അപ്പൂട്ടൻ വീട്ടിലുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പൂട്ടൻ ട്യൂഷന് പോകുന്ന സമയമാണ്. അപ്പം അപ്പൂട്ടൻ വരുമ്പോൾ സർപ്രൈസ് കൊടുക്കാനാണ് വിചാരിച്ചത്. പക്ഷെ ഓൻ അന്ന് ട്യൂഷൻ ഉണ്ടായിട്ടില്ല പോലും. അങ്ങനെ അവർക്ക് സർപ്രൈസ് കൊടുത്തു. ഇനി അടുത്തത് അമ്മമ്മക്ക് സർപ്രൈസ് കൊടുക്കാൻ നിൽക്കുവാണ്. അപ്പോൾ അമ്മമ്മ പിന്നെ കുളിക്കാൻ കയറിയിട്ടായില്ലേ. അപ്പോൾ കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പൂട്ടൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പൂട്ടനോട് അമ്മമ്മയെ സതിയമ്മമ്മ വിളിക്കുന്നതാണ് പറയാന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നല്ല അമ്മമ്മ വരും കേട്ടോ. അച്ഛനെ മോളെ ആടാക്കിട്ട് ഇത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചിട്ടും എനിക്ക് പിടി കിട്ടിയില്ല. ദേവുനെ കൊണ്ടുവന്നിട്ട് വരും. എന്താടി ദേവു പ്രദീപന്റെ കൂടെ വീട്ടില്. ഞാനും നന്ദയോ വന്നിട്ടില്ലു. സത്യം കുഞ്ഞിനെ കൊണ്ടുവരാതോ? ഓളച്ഛൻ്റെ പേര് നിക്കുന്നു പറഞ്ഞു. അച്ഛനെ കൊണ്ടുവന്നില്ലെന്ന് ഇപ്പൊ അല്ലെങ്കിൽ സമിതിയോട് പറഞ്ഞതാ. അങ്ങനെ അമ്മമ്മക്കും സർപ്രൈസ് കൊടുത്തു. അമ്മമ്മ കുളിച്ചിട്ട് വരുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിട്ടില്ല. അമ്മമ്മ വിചാരിച്ചു വേറെ ഏതോ കുട്ടികൾ ഇരിക്കുന്നതാണെന്നാണ് വിചാരിച്ച നന്ദൂനെ കണ്ടിട്ട്. പിന്നെ ഞാൻ ഫോണും പിടിച്ച് നിൽക്കുന്ന കണ്ടേരാണ് അമ്മമ്മക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇപ്പം വന്നിട്ട് അമ്മേനെ ചീത്ത പറയേ. എന്നാലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അമ്മമ്മ അരിയെടുപ്പത്തിട്ടു. അമ്മമ്മയാണ് ചോറിന് അരിയെടുപ്പത്തിടുക. അപ്പോൾ അമ്മമ്മ അവർക്ക് മാത്രമല്ല അരിയെടുപ്പത്തിട്ടു. എന്നിട്ട് അമ്മമ്മ ഇതാ ദേഷ്യത്തോടെ പറയുവാണേ. പിന്നെ ഞാൻ അരിയെടുപ്പത്തിട്ടില്ലേ, ഇവർ വരുന്നത് പറഞ്ഞില്ലല്ലോ, ഞാൻ കുറച്ച് അരിയല്ലേ ഇട്ടില്ലൂ എന്ന് പറഞ്ഞിട്ട് അമ്മേനോട് പറയുവാണ് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞത് അത് കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ആക്കാമെന്ന് പറയലാന്നേ. കൊച്ചുങ്ങളാരും അനുവിന്റെ കൂടെ പഠിക്കുന്ന കൊച്ചുങ്ങൾ വന്നതാണ്. പിന്നെ ഇവള് ഒന്നാമത്തെ കണ്ണിന് ഇതില്ല. പിന്നെ ഇവളിങ്ങനെ നിന്ന് ചിരിച്ചിട്ട് ഞാൻ നിന്ന് നോക്കുക ഇതാരായിട്ട്. നിന്റെ വലിയമ്മ വന്നിട്ട് അമ്മമ്മേനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഇത് ഏച്ചി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒക്കെ അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവൾ സർപ്രൈസ് ആയിനി പെട്ടെന്ന് നമ്മളെ കണ്ടേരം. എൻ്റെ ചോക്കും അറിയില്ലായിരുന്നു കേട്ടോ നമ്മൾ വരുന്ന കാര്യം. പിന്നെ പാവത്തിൻ്റെ പല്ല് പിരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് വർത്താനമൊന്നും പറയാൻ പറ്റൂല കേട്ടോ. അതാണ് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നടക്കുന്നത്. ആക്ഷൻ മാത്രമേ ഉള്ളൂ. മംഗലാപുരത്ത് പോയിട്ട് പല്ല് പിരിച്ചിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ മുമ്പൊരു പ്രാവശ്യം ഞാനും ഒന്നിച്ച് പോയിട്ടുണ്ടായിനി. ഇന്ന് പിന്നെ നമ്മളെ വേറൊരു കസിൻ ഉണ്ടായിനി. ഓളെ കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായത്. അപ്പോൾ വന്നപ്പാട് ദേവുവിനെ വിളിക്കുവാൻ ആക്ഷൻ കാണിച്ചിട്ട് ചെറുങ്ങനെ വർത്താനെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏച്ചി എന്തോ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ ഏച്ചി പറയുകയാണ് നിങ്ങൾ വരുന്നത് ഞാനറിയില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വാങ്ങിയിട്ടൊന്നുമില്ല, ഇടിയില്ലവർക്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിന്. അപ്പോൾ എന്തോ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇത് അടുത്തതായിട്ട് നമ്മൾ അനു വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒളിഞ്ഞിരുന്നിട്ട് ക്യാമറയിൽ വീഡിയോ എടുക്കാൻ പോയതാണ്. പക്ഷേ മൊത്തം തുണിയായിട്ടില്ല. ആ തുണി മറിഞ്ഞിട്ട് അനുവിൻ്റെ എക്സ്പ്രഷൻ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ അവൾ അങ്ങനെ വരുമ്പോൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എപ്പോൾ വന്നിന്, നേരത്തെ വന്നിനോ എന്നുള്ള അനു ചോദിക്കുവാണേ. പിന്നെ അപ്പോൾ അതിന് ട്യൂഷനും എല്ലാം കഴിഞ്ഞിട്ട് വരുന്നതാണ്, അതുകൊണ്ടാണ് ലേറ്റായിന്. അങ്ങനെ എല്ലാവർക്കും സർപ്രൈസ് കൊടുത്ത് കഴിഞ്ഞ കേട്ടോ. പിന്നെ നമ്മൾ കുറേ സമയം വർത്താനെല്ലാം പറഞ്ഞിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എന്തെല്ലോ വിശേഷങ്ങളെല്ലാം പറഞ്ഞിരുന്ന്. പിന്നെ എന്നാ ഏച്ചിക്ക് പല്ല് വരിച്ചതുകൊണ്ട് പിന്നെ ഏച്ചിക്ക് അങ്ങനെ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. വേദന ഉണ്ടായിരുന്നു കേട്ടോ. വരുമ്പോഴത്തേക്ക് ട്രെയിനിനെല്ലാം നല്ല വേദന ഉണ്ടായിനി, ഛർദ്ദിച്ചിനി എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഓള് ക്ഷീണിച്ചിട്ട് പിന്നെ കിടക്കലായിരുന്നു. നമ്മൾ പിന്നെ ഇങ്ങനെ ഓരോ വർത്താനങ്ങളും എല്ലാമായിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ ഏച്ചിക്ക് ഞാൻ എന്നാണ് പാലൊഴിച്ചിട്ട് ഓട്സ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ടിയിൽ ആഹാരം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓട്സ് ആക്കി കൊടുത്തു. അങ്ങനെ പിന്നെ ഞാനും കുറച്ച് ഓട്സ് തന്നെ കുടിച്ചു കേട്ടോ. ഞാൻ രാത്രി ചോറ് കഴിക്കുകയില്ല പൊതുവെ. ഇപ്പം പിന്നെ അധികവും ഓട്സ് ഇല്ലെങ്കിൽ ഗോതമ്പ് ദോശ അങ്ങനെയെല്ലാം തന്നെയാണ് കേട്ടോ കഴിക്കൽ. അങ്ങനെ ഓട്സ് ആക്കി കൊടുത്തിട്ട് ഞാനും കുടിച്ചു. പിന്നെ രാത്രിക്കത്തേക്ക് ചോറ് കുറച്ച് കുറവായതുകൊണ്ട് പിന്നെ അച്ഛനെന്നാണ് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിനെ. അപ്പോൾ അതായിരുന്നു രാത്രിക്ക് എല്ലാവരും ഫുഡ്. വേണ്ടാന്ന് വെച്ചിനെങ്കിലും അച്ഛൻ ഡയറ്റ് ചെയ്യണമെന്ന് സമ്മതിക്കൂല കേട്ടോ. അച്ഛൻ പറയും തിന്നിട്ടൊന്നല്ല തടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിർബന്ധിച്ച് കഴിപ്പിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഇത് അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ഏച്ചിക്ക് കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഏച്ചി പാവം വേദന എടുത്ത് കിടക്കുന്നുണ്ടായേ. അപ്പോൾ ഏച്ചീനെ വിളിച്ചിട്ട് വന്നിട്ട് ഞാനിതൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഡ്രസ്സാണെന്ന്. അപ്പോൾ നമ്മളെ പൂജേൻ്റെ
പിന്നെ എന്താ ബ്ലൂ റോസ് കളക്ഷന് ഞാൻ വാങ്ങിയ 2 ഡ്രസ്സാണ് കേട്ടോ ഏച്ചിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പൂജ എടുത്ത അഡ്രസ്സിലേക്ക് അയച്ചിട്ടുണ്ടായിനി. അങ്ങനെ അച്ഛൻ വരുമ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സുകളെല്ലാം പൂജേൻ്റെത്. ഇതിപ്പം 2 കോംബോ ഓഫറിലുണ്ടായിരുന്നു, അങ്ങനെ അത് വാങ്ങിയതാണ്. അപ്പോൾ ബ്ലൂ റോസ് കളക്ഷനിലെ പേജിൽ പോയിട്ട് നിങ്ങളൊന്ന് നോക്കുക. അടിപൊളി കളക്ഷൻസ് എല്ലാം അതിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. ഇല്ലെങ്കിൽ പൂജാനിധിന്നിലെ ഇൻസ്റ്റാ പേജിൽ പോയിട്ട് ഒക്കെ മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ ഞാൻ എടുത്തത് ഏകദേശം ഒരുപോലത്തെ കളറായിപ്പോയിന് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, വേറെ ഡിസൈനാണ്, എന്നാലും സൈസ് ഇതാണ് ഉണ്ടായത് കേട്ടോ. നമ്മൾ കോംബോ ആയിട്ട് എടുക്കുമ്പോൾ പിന്നെ ഇതിൽ ചെറുതെടുത്തിട്ട് അഥവാ ആയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് എടുത്തത്. പക്ഷേ നല്ല കറക്റ്റ് സൈസായിരുന്നു കേട്ടോ. വേണമെങ്കിൽ ജസ്റ്റ് ഒരു അടിവ് കൊടുത്താൽ മാത്രം മതി. ഒരേ കളറല്ല, ഷെയ്ഡിൽ കുറച്ച് മാറ്റമുണ്ട്, എന്നാലും നല്ല ടോപ്പാണ് കേട്ടോ. ഈ ഡ്രസ്സ് പൂജ കോംബോ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിന്. അന്നേരം ഞാനിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിന് 2 ഏച്ചിക്ക് ഇങ്ങനെ എടുക്കാമെന്നില്ല കാര്യം. അങ്ങനെ പിന്നെ ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ വീട്ടിലെ അച്ഛൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്തേന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അയച്ചതും ആടെ എത്തിയതും ഞാൻ ആടെ എത്തിയതും എല്ലാം ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് എനിക്ക് തന്നെ നേരിട്ട് സർപ്രൈസ് കൊടുക്കാൻ പറ്റി. ഇല്ല പിന്നെ ഞാൻ അച്ഛനെ കൊണ്ട് കൊടുപ്പിക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഏച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏച്ചിക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടോപ്പ് ഇങ്ങനെ ഡെയിലി ഇപ്പോൾ കോളേജിൽ ഓഫീസിൽ അങ്ങനെയെല്ലാം പോകുമ്പം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല ചെറിയ റേറ്റുമേ ഇല്ലേ, നല്ല ചെറിയ റേറ്റെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി കളക്ഷൻസ് മെറ്റീരിയൽ ആയാലും സാരി ആയാലും ഒരുപാട് കളക്ഷൻസ് പൂജേൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ബ്ലൂ റോസ് കളക്ഷനിലെ പേജിൽ പോയിട്ട് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയിൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുക.